കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ബേസിക്കലി വെച്ചാൽ ആ കോഡിൽ ഇമേജിന്റെ സോഴ്സ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറും. ഒരു നാരോ സ്കിൽ സെറ്റ് അല്ല, നമ്മള് പല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. ഡിസൈൻ ചെയ്യാൻ പഠിക്കും, അതിനോട് മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിക്കും, പ്രോഡക്റ്റ് തോട്ട് എങ്ങനെയായിരിക്കണം എന്ന് പഠിക്കും. വെബ് സോക്കറ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്ത് തുടങ്ങിയതാണ്. ആക്ച്വലി പിന്നെ അങ്ങനെ വന്നൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയി മാറി. അപ്പൊ അങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്കൊരു ടെക് പഠിക്കാനാണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. വെൽക്കം എവറി വൺ. സോ നമ്മളിന്ന് എന്തിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രൊജക്ട്സ്, യൂസ്ലെസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് അല്ലെങ്കിൽ സൈഡ് പ്രൊജക്ട്സ് യൂഷ്വലി അങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പിക്. അത് എന്തുകൊണ്ട് നമ്മൾ സൈഡ് പ്രൊജക്ട്സ് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് വെരി സിമ്പിൾ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ചെയ്യുന്നതിലുള്ള വാല്യൂ എന്താന്നൊക്കെ ഉള്ള ഒരു റാൻഡം കോൺവെർസേഷൻ ആണ്. ആൻഡ് വി ഹാവ് നമ്മൾ 4 പേരും പല ആംഗിളിൽ നിന്ന് പലതും ചെയ്ത ആൾക്കാരാണ്. മേ ബി വി ക്യാൻ ഗിവ് എ വെരി ബ്രീഫ് ഇൻട്രോ. നിയാസ്. പേര് നിയാസ്. ഞാനിപ്പം പ്രൊഡക്ട് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ സൈഡിൽ കുറച്ച് പ്രൊജക്ട്സ് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യാറുണ്ട്. സോ ഒരു മേക്കർ എന്ന് വേണമെങ്കിൽ ഞാൻ യൂഷ്വലി പറയും. ക്യൂരിയസ് കൈൻഡ് അല്ലെങ്കിൽ ക്യൂരിയസ് മേക്കർ എന്നൊക്കെ പറയും. അഡീഷണലി എനിക്ക് തോന്നുന്നു നിയാസ് ഈസ് ലൈക്ക് വെരി ഇൻവോൾവ് ഇൻ മ്യൂസിക്. അതും ചെറുപ്പം മുതലേ ഉള്ള ഒരു സൈഡ് ഗിഗ് ആണ് ആക്ച്വലി. Yes, Yan. Yes. So hi, I am Yan. ഞാൻ ഒരു 4th year സ്റ്റുഡന്റ് ആണ്, എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് ഇപ്പം. അതിന്റെ കൂടെ പക്ഷെ ഒരു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ കുറെ പ്രോജക്ട്സ് ഓൺ ദ സൈഡ് പ്യൂർലി ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബഞ്ച് ഓഫ് പ്രോജക്ട്സ് ലാസ്റ്റ് ഇയറും അല്ലാത്ത കുറെ ഇയേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു മേക്കർ ആണ്. സോ നിയാസ്ക പറഞ്ഞ തന്നെ ഒരു മേക്കർ എന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് യാനായിരിക്കും നമ്മള് കുറെ കാലമായിട്ട് കാണുന്ന ഒരു ഫ്രം വെരി വെരി യങ് മേക്കർ ടു വേർ യു ആർ. എനിക്ക് തോന്നുന്നു നമ്മള് മീറ്റ് ചെയ്തത് 13 or 14. ഒരു 7-8 years ആയിട്ട് എനിക്ക് സനീമിനെ അറിയാം. ഐ തിങ്ക് ശ്യാമിനെയും കുറെ വർഷമായിട്ട് അറിയാം. എല്ലാവരെയും ക്രോസ് കുറെ വർഷമായിട്ട് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് എ വെരി യങ് ഏജ്. 14-15 ഏജിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്രൊഡക്ഷൻ ലോഞ്ച് ചെയ്തു എന്നുള്ളത് തന്നെ ഒരു an amazing thing to do. So that is it about Yan. Shyam. എന്റെ പേര് ശ്യാം. ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷം 1-2 പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈമറിലി ഇൻ ടു പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഗ്രോത്ത്. കുറെ സൈഡ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര ക്രിട്ടിക്കലാണ്. ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് കരിയർ പഠിക്കുമ്പോൾ ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു ഫണ്ടമെന്റൽ ഫിലോസഫിയാണ് നമ്മൾ വർക്ക്ഔട്ട് ആയിട്ടുള്ളത് എനിക്ക്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാന്നുള്ളതാണ്. റൈറ്റ്. ആൻഡ് എൻ്റെ പേര് സനീം. ഒരു ബ്രീഫ് പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ കോളേജിൽ നിന്ന് ഓരോ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ആക്കി ഇപ്പം റൺ ചെയ്യുന്നതൊക്കെ. സോ ഈവൻ ബിഫോർ ഇപ്പം ഇങ്ങനത്തെ സൈഡ് പ്രൊജക്ട്സ് ആണ് എന്നെ ടെക്നോളജിയിലും ഫെമിലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന ഓരോ സാധനങ്ങൾ, മേ ബി ഇപ്പോൾ ടോയ്സ് അയച്ചു വെക്കുക, അതൊക്കെ നമ്മളെല്ലാവരും ചെയ്ത സാധനമായിരിക്കും. ചിലപ്പോൾ ഒരു ടോയ്സ് അയച്ചു അതിനൊരു മോട്ടർ എടുത്തിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യും, ഇതൊരു ബാറ്ററിക്ക് കൊടുത്താൽ എന്താവും എന്നുള്ളത് മുതൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഗെയിമിലെ ചീറ്റ് കോഡ് ഇതുപോലത്തെ ഒരു വെരി ഗുഡ് എക്സാമ്പിൾ ആയിരിക്കും. ലൈക്ക് ഗെയിമിൽ ചീറ്റ് കോഡ്സ് കണ്ടുപിടിച്ച് അടിച്ച് ഓക്കെ ഒരു സാധനം എങ്ങനെ നമ്മളെ ലൈക്ക് ദാറ്റ് ഈസ് വാട്ട് ഹാക്കിംഗ് ഈസ് അബൌട്ട്. റൈറ്റ്. നമ്മളൊരു സാധനം ലൈക്ക് ചേഞ്ചിങ് സംതിങ് ടു അവർ അഡ്വാൻറ്റേജ്, അതിന്റെ ഒരു ചെറിയ സാധനമാണ് ചീറ്റ് കോഡ്. മേ ബി അതിന്റെ നെക്സ്റ്റ് ലെവലായിരിക്കും നമ്മൾ ഗെയിമിൽ പോയിട്ട് ഗെയിമിന്റെ ഫയൽ എഡിറ്റ് ചെയ്തിട്ട് ആ ഗെയിമിനെ കൊണ്ട് മേ ബി നമ്മുടെ കോയിൻസിന്റെ എണ്ണം കൂട്ടുക, അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. മേ ബി അതൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കറന്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആ ക്യൂരിയസ് ആക്കി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ എലമെന്റ്സ്, അങ്ങനത്തെ ഓരോ സാധനം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് വേർ ഐ ആം ഓർ നമ്മൾ ചെയ്ത കുറെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ആയപ്പോൾ ചെയ്ത കുറെ റാൻഡം തിങ്സ് ആണ് നമ്മളെ ഓരോന്ന് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഓരോ ഇൻട്രസ്റ്റിംഗ് സാധനത്തിലേക്ക് എത്തിക്കുന്നതും. സോ അതന്നെയാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്ത മറ്റേ ഒരു AR പ്രൊജക്ട് ഉണ്ടായിരുന്നില്ലേ കോളേജിൽ? അപ്പൊ എനിക്കത് ഓർമ്മ വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ കോളേജിൽ അവിടെ എന്തോ ഇവന്റ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ചെയ്താണ് ഇവർ ആ പ്രൊജക്ട്. അപ്പം ഞാൻ അവിടെ പാടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇവന്റിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ആപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ബേസിക്കലി NIT-യിലായിരുന്നു. അപ്പം നമുക്ക് ഏത് ബ്ലോക്കിലാണ് ഇവന്റ് നടക്കുന്നത് എന്നുള്ളത് ഡിഫറെന്റ് സ്റ്റേജസ്, ഡിഫറെന്റ് ബ്ലോക്സ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ലൈക്ക്
ഈ ബ്ലോക്ക് ഇവിടെയാണ്. അപ്പൊ നമ്മൾ പോയിട്ട് ലൈക്ക് ഒരു AR തിങ് ആയിരുന്നു 2013 അത് ഫൗണ്ടേഴ്സ് ഉണ്ട്, ജെസ്സി മജ്നാസ്, അവരാണ് അത് ബിൽഡ് ചെയ്തത്. അപ്പൊ അതില് ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമായിട്ട് തോന്നി. കൊള്ളാലോ, നല്ല ടീംസ് ആണൊക്കെ. എന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളൊരു ഇവന്റ് നടക്കുന്നത് ലെറ്റ്സ് തൊട്ടടുത്ത് പലാരം റെസ്റ്റോറന്റിലാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ക്യാമറ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ പലാരം ഈ ലൊക്കേഷൻ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ എന്ന് കാണിക്കും. ലാസ്റ്റ് ഇയർ ഗൂഗിള് അതൊരു ഫീച്ചർ ആയിട്ട് അപ്പൊ അത് ഫോണിന്റെ ആക്സിലറോമീറ്ററും ക്യാമറയും GPS ലൊക്കേഷനും വെച്ചിട്ട് യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിവിടെ കൊച്ചിയിൽ വന്നപ്പോ ഇവരിങ്ങനെ റാൻഡംലി പ്രൊജക്ടിനെ പറ്റി പറയാം. ഞാൻ അന്നത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഇതുപോലത്തെ ഒരു റാൻഡം സൈഡ് പ്രൊജക്ട് ആണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ യാന്റെ സ്റ്റോറിയിൽ നമ്മളിങ്ങനെ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ തുടങ്ങിയത് മുതൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ബ്രീഫ് തരുമോ, ലൈക്ക് വാട്ട്? ഭയങ്കര ക്വിക്ക് ബ്രീഫില് ഞാൻ ഐ തിങ്ക് ഒരു 10 years ഉള്ള സമയത്ത് ഇങ്ങനെ എന്റെ കസിൻസ് കുറച്ച് വെബ്സൈറ്റ്സ് ബ്ലോഗ് സാധനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടാണ് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി സ്പാർക്ക് ആയത് ഇങ്ങനെ വെബ്സൈറ്റ്സും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള സാധനം. ലൈക്ക് അതുവരെ ഞാൻ വിചാരിച്ചിട്ടിരുന്നത് ഗൂഗിൾ അങ്ങനത്തെ കുറച്ച് കമ്പനീസ് മാത്രമാണ് വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ ഇവരിങ്ങനെ ചെയ്താണ്ടപ്പോ എനിക്കും അങ്ങനെ ഒരു സാധനം ചെയ്താൽ കൊള്ളാന്നൊരു ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പൊ അങ്ങനെ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ അവര് കുറച്ച് HTML ബ്ലോഗർ അങ്ങനത്തെ കുറച്ച് ടൂൾസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സാധനങ്ങൾ ഇങ്ങനെ ടിങ്കർ ചെയ്ത് തുടങ്ങി. അപ്പൊ ഒരു സാധനം ബിൽഡ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നും ഡിസൈൻ ചെയ്യണം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഒരു കമ്പനി ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നു. അങ്ങനെ ആ ഇൻട്രീഗിന്റെ പുറത്ത് കുറെ സാധനങ്ങൾ പിന്നെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഐ തിങ്ക് ടിങ്കർ ഹബിൽ ഒരു അറൌണ്ട് 13 years ഉള്ളപ്പോഴാണ് വന്നത്. അപ്പൊ അതുവരെ ഞാൻ ഭയങ്കര ടിപ്പിക്കൽ ഫാഷനിലുള്ള കുറെ ഇപ്പം നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്യുന്നു ക്രഡ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സാധനം. ഇപ്പം ക്രഡ് ആപ്സ് ജസ്റ്റ് ഫോർ കോൺടാക്ട്സ് ബേസിക്കലി ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ഓപ്പറേഷൻസ് ആണ്. ഭയങ്കര സിമ്പിൾ ഓപ്പറേഷൻസിൽ ആപ്സ് ഉണ്ടാക്കാൻ പറ്റും. കുറെ ആപ്സും ക്രഡ് ഫംഗ്ഷനാലിറ്റിയിലാണ് ബിസിനസ് ടൂൾസ് ഒക്കെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരാൾക്ക് ഇപ്പം ഞാനൊരു സാധനം ഓർഡർ ചെയ്യാം, ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡാറ്റാബേസിൽ ഒരു എൻട്രി ആണ്, ഒരു ഓർഡർ ആഡ് ചെയ്യാണ്. പിന്നെ അത് ഇപ്പൊ ഞാനൊരു എന്തെങ്കിലും സാധനം ഇപ്പൊ ഒരു ലെറ്റ്സ് സേ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ആഡ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിലീറ്റ് ഓപ്പറേഷൻ ആണ്, എന്തെങ്കിലും ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ ആണ്. അപ്പൊ അതുപോലത്തെ ഭയങ്കര ക്രഡ് ബേസിക് ആപ്സ് ആണ് ഞാൻ അന്ന് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളായിരുന്നു ആക്ച്വലി. അപ്പം കുറച്ചുകൂടെ ആൾക്കാരെ മീറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഒരു ബിഗർ കോണ്ടെക്സ്റ്റ് കിട്ടിയതൊക്കെ. ഇങ്ങനെ കുറെ ഡിഫറെന്റ് യൂണിക് സാധനങ്ങളുണ്ട്, ടെക്നോളജിയിലും കുറെ അധികം ഡെപ്തിലോട്ടും എക്സ്പ്ലോറേഷൻസും ചെയ്യാനുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കൂടി. അപ്പൊ കുറച്ചുകൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ആ സമയത്ത് ഐ തിങ്ക് ഒരു 15 years ഉള്ള സമയത്തായിരിക്കും, ഒരു 5-6 years ബാക്ക്. ആ സമയത്ത് കുറച്ച് AI സാധനം കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് അറൌണ്ട് ഇത്തായിരുന്നു. അപ്പൊ അന്ന് ഞാൻ AI സാധനങ്ങൾ കേൾക്കുന്ന ടിങ്കർ ഹബ് ത്രൂ ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റി. സോ ഐ തിങ്ക് ഓവറോൾ ഫുൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പ്രൊജക്ട് ആയിരുന്നു ഈ ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സാധനം AI അറൌണ്ട് ഉള്ള സാധനമായിരുന്നു. കുറച്ച് സിമ്പിൾ സെന്റിമെന്റ് അനാലിസിസും എന്റിറ്റി എക്സ്ട്രാക്ഷൻ. ഇപ്പൊ ഒരു ഞാൻ ഐ ആം ഹാപ്പി എന്നൊരു ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സെന്റിമെന്റ് ആണെന്ന് ഗസ് ചെയ്യുന്ന സാധനം അന്ന് അത്ര അവൈലബിൾ ടെക്നോളജി അല്ലേ. ഇന്നാലൊക്കെ ഭയങ്കര സ്റ്റുപ്പിഡ്ലി സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതൊരു API സർവീസ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു അന്ന് ഉണ്ടാക്കിയ പ്രോഡക്റ്റ്. അപ്പൊ അതൊരു ഫസ്റ്റ് അത് പ്യൂർലി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പൊ അന്ന് എനിക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ഈ സാധനങ്ങൾ ടെക്നോളജി ഇപ്പൊ പൈത്തൺ ചെയ്യാൻ അറിയാം, കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം, പക്ഷെ അത് വെച്ചൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്തു നോക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ആ പ്രോജക്ട് ബിൽഡ് ചെയ്യേണ്ടത്. ഐ തിങ്ക് നിങ്ങൾക്കൊക്കെ സിമിലർലി അങ്ങനെ ബിൽഡ് ചെയ്ത കുറെ പ്രോജക്ട്സും കാണും. എനിക്ക് ബ്ലോഗർ മെൻഷൻ ചെയ്തപ്പോ എനിക്കൊന്ന് എന്റെ ഫസ്റ്റ് ഡിസൈൻ ജോബൊക്കെ തുടങ്ങിയത് അങ്ങനെ ആയിരിക്കും. സിസ്റ്റർ ഭയങ്കരമായിട്ട് എഴുതുമായിരുന്നു. അപ്പോ ഷി യൂസ് ടു ലൈക്ക് റൈറ്റ് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ബ്ലോഗറിൽ തീം സെറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഈസിയാണ്. ലൈക്ക് ഒരു 3 images ആയിരിക്കും, ഒരു ഹെഡർ ഇമേജ് ഉണ്ടാവും, ഒരു ഫൂട്ടർ ഇമേജ് ഉണ്ടാവും, പിന്നെ സെന്ററിൽ ഒരു ഇമേജ് ഉണ്ടാവും. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് റിപ്പീറ്റഡ് അടിച്ചു പോവാണ്. അപ്പോ ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറെ തീംസ് സെറ്റ് ചെയ്ത് കൊടുക്കും ചുമ്മാ റാൻഡംലി. അപ്പൊ ഒരു റിഫ്രഷിങ് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ കുറെ സാധനങ്ങൾ ചെയ്യുന്നത്. നമ്മള് അന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നമ്മളൊരു ഇമേജ് എടുക്കും, എന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതെടുത്തിട്ട് അതിന്റെ സൈസിൽ ലൈക്ക് ഫൂട്ടറിന്റെ സൈസ് ഏതാണ്, ഹെഡറിന്റെ സൈസ്, അങ്ങനെ 3 ഫയൽ ഉണ്ടാക്കും.
അതൊക്കെ ആയിരിക്കും ഫസ്റ്റത്തെ ഒരു ഡിസൈൻ ജോബ് എന്നൊക്കെ ബ്ലോഗർ എന്നൊക്കെ പറയുന്നത്. പറയുമ്പോ ഇപ്പൊ കേൾക്കുന്നവർക്കൊന്നും ഒരു കോണ്ടെക്സ്റ്റ് Context എനിക്ക് തോന്നുന്നു ആ സമയത്ത് തുടങ്ങിയ ഒരു കുറെ പേര് ടിങ്കർ ചെയ്തിട്ടുണ്ടാവും ബ്ലോഗർ, പിന്നെ ഓർക്കൂട്ടില് സ്ക്രാപ്പ് ഒക്കെ. ഇമേജ് മാറ്റുന്ന ഇപ്പൊ ബ്ലോഗറിൽ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ സാധനം ഉണ്ടായിരുന്നത് നമുക്ക് കസ്റ്റം എഡിറ്റ് ചെയ്യാം ടെംപ്ലേറ്റ്സ്. അപ്പൊ അതിൽ പോയിട്ട് കോഡ് നമുക്ക് മാറ്റാൻ പറ്റും. കോഡ് എഡിറ്റ് ചെയ്യാൻ ഐ പറ്റും. തിങ്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇമേജ് ആണ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ല ഇമേജ് ഉണ്ട്, അന്ന് കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ Okay. അതിൽ ബേസിക്കലി വെച്ചാൽ ആ കോഡിൽ ഇമേജിന്റെ സോഴ്സ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറും. അങ്ങനെ അപ്പം കോഡ് ഞാൻ അധികം ട്യൂക്ക് ചെയ്തില്ലായിരുന്നു ആ സമയത്ത്. ജസ്റ്റ് ചെറിയ ഇതുപോലത്തെ സോഴ്സ് കണ്ടുപിടിച്ച് അത് മാറ്റാം, പിന്നെ എന്തെങ്കിലും ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് മാറ്റാം, അങ്ങനെ ലൈക്ക് ഫോണ്ട് മാറ്റാം, അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് അത്ര ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിമിലർ ആണ് ഓർക്കൂട്ടിൽ സ്ക്രാപ്പ് അയക്കുമ്പോ ചെയ്യുന്നത്. മ്യൂസിക് ഒക്കെ വരുന്ന പരിപാടിയൊക്കെ ചെയ്യാൻ ഓർക്കിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഓർക്കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഫേസ്ബുക്ക് വാൾ ഉള്ള പോലെ ഇതിലുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും വേറൊരാളുടെ ഇതിൽ. അതിന് സ്ക്രാപ്പ് എന്നാണ് പറയാം. അപ്പൊ അതിൽ നമുക്ക് HTML ഒക്കെ വെച്ച് കുറെ സാധനം ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ പ്ലേയേഴ്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ മ്യൂസിക് സോഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ടെക്സ്റ്റിന്റെ കൂടെ തന്നെ 1 പിക്സലില് ഈ ഇതൊക്കെ ആഡ് ചെയ്യും. അപ്പൊ ടെക്സ്റ്റ് മാത്രം എനിക്ക് കാണുന്നുണ്ടാവാം, ബാക്കിൽ നിന്ന് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞത് ക്രിട്ടിക്കൽ കാര്യമാണ്. ഇപ്പൊ നോർമൽ ഇപ്പൊ എല്ലാവരും ബിടെക് പഠിക്കുന്ന എല്ലാവരും പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, മെയിൻ പ്രോജക്റ്റ് ആയിട്ടും അവരുടെ സെമസ്റ്റർ പ്രോജക്ട്സ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ക്രഡ് ലെവലിൽ നിർത്തുവാണ്, റൈറ്റ്? പക്ഷെ ആക്ച്വലി ഒരു പ്രോഡക്റ്റ് നമ്മള് കസ്റ്റമർ ഫേസിംഗ് ആയിട്ട് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ക്രഡ് ഓപ്പറേഷൻസ് അല്ലാതെ ഇതിന്റെ ചുറ്റും വേറെ കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം. അതിന്റെ ഓൺബോർഡിങ് ആയാലും അതിന്റെ ജസ്റ്റ് സിമ്പിൾ പേ വാൾ ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടാനുണ്ട്, വിച്ച് നമ്മൾ ജനറലി കിട്ടാറില്ല. അപ്പോ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് ഉപയോഗിക്കാം. ബിസിനസ് സൈഡ് ഓഫ് തിങ്സ് വേറെ മാറ്റിവെക്കാം. പക്ഷെ ആക്ച്വലി ആ പ്രോഡക്റ്റ് ഇത് യൂസബിൾ ആണോ അല്ലയോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കുറെ ലേൺ ചെയ്യുന്നത്. ഇപ്പോ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ആയിട്ട് ചെയ്ത ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ജസ്റ്റ് ആ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പ്ലേസ്മെന്റ്സിലൊന്നും അങ്ങനെ ഇരുന്നില്ല. ഇത് എന്തെങ്കിലും ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഈ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റിനെ കുറച്ച് റാപ്പൊക്കെ ചെയ്ത് പോളിഷ്ഡ് ആക്കി കുറച്ച് ഡോക്ടേഴ്സിന്റെ അടുത്തും ഹോസ്പിറ്റൽ ഓണേഴ്സിന്റെ അടുത്തൊക്കെ പോയി സംസാരിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ആക്ച്വൽ പ്രോഡക്റ്റ് യൂസബിലിറ്റി ആസ്പെക്ട്സ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഉണ്ടാക്കിയാലേ വർക്ക് ചെയ്യൂ, വെറുതെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആസ്പെക്ടും ഡയമെൻഷൻസ് ഒക്കെ ലേൺ ചെയ്യുന്നത് ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും എൻഡ് ടു എൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സൈഡ് പ്രൊജക്ട് ചെയ്യാമെന്നുള്ളതാണ് അതിന്റെ വേറെ. ഞാനത് പറയാം. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ശ്യാമ പറഞ്ഞു പോളിഷ്ഡ് സാധനം എന്ന് പറഞ്ഞു, നമുക്ക് ആ പോളിഷ് മാത്രം വേണമെങ്കിൽ ഉണ്ടാക്കാം. ലൈക്ക് ഫങ്ഷനാലിറ്റി വേണമെന്നില്ല. ഇപ്പം ചുമ്മാ എന്തെങ്കിലും പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ, പക്ഷെ നല്ലൊരു വൃത്തിയിൽ ഒരു സാധനം അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് പഠിക്കാം. എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മള് കുറെ റെസ്യൂമേഴ്സിലൊക്കെ നോക്കിയാൽ കാണുന്ന നെറ്റ്ഫ്ലിക്സ് ക്ലോൺ എന്നായിരിക്കും ഉണ്ടാവുക. നെറ്റ്ഫ്ലിക്സ് ക്ലോൺ എന്ന് പറഞ്ഞ് എല്ലാരും ചെയ്യുന്നത് അതിന്റെ UI ആണ് ക്ലോൺ ചെയ്യുന്നത്. പക്ഷെ നെറ്റ്ഫ്ലിക്സ് ക്ലോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എന്താ ചെയ്യുന്നത് നോക്കിപ്പോയാൽ ശരിക്ക് നമുക്ക് ഒരു വെരി ഇൻട്രസ്റ്റിംഗ് സൈഡ് പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ മാത്രം അവിടെ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ചെറിയൊരു പീസാണ് വീഡിയോ സ്ട്രീമിംഗ്. മോസ്റ്റ് നെറ്റ്ഫ്ലിക്സ് ക്ലോൺ നമ്മൾ നോക്കിയാൽ അവർ യൂട്യൂബിന്റെ ലിങ്ക് ആണ് ഇടുക. പക്ഷെ നമ്മൾ വീഡിയോ സ്ട്രീമിംഗ് എന്നുള്ള ഒരു ടോപ്പിക് മാത്രം എടുത്ത് പോയാൽ എങ്ങനെ നമുക്കൊരു വീഡിയോ ഡിഫറെന്റ് റെസൊല്യൂഷൻസിൽ സ്ട്രീം ചെയ്യാം. ഇപ്പം സ്ലോ ഇന്റർനെറ്റ് ഉള്ള ഒരാൾക്ക് 360p, ഹൈ സ്പീഡ് ഉള്ള ആൾക്ക് 1080p. അത് നോക്കിയാൽ ഒരു HLS സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്, അതിനെ പറ്റി കേൾക്കും. അപ്പൊ ഒരു HLS സ്ട്രീം എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാമെന്ന് നോക്കിയാൽ ഈസി വഴി വിൽ ബി ലൈക്ക് ഒരു പെയ്ഡ് ടൂൾ യൂസ് ചെയ്യാം. പക്ഷെ ആ പെയ്ഡ് ടൂളിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അഗെയിൻ FFmpeg എന്ന് പറഞ്ഞൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ആ ലൈബ്രറി വെച്ചിട്ട് നമ്മൾ ഉള്ള വീഡിയോനെ ഡിഫറെന്റ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാന്നൊക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനം നമുക്ക് എത്ര ഡീപ്പായിട്ടും പോവാം. വെരി പെരിഫറിയിൽ ചെയ്യുന്നത് ഒരു വേ ഓഫ് ലൈക്ക് ഡൂയിങ് ഇറ്റ്. പക്ഷെ നമ്മൾ ഒരു സാധനം എടുത്ത് അപ്പൊ അങ്ങനെ ഡീപ്പായിട്ട് പോകുന്നതിനും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വാല്യൂ ഉണ്ട്. കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ലൈക്ക് ഒരു എന്ത് സാധനം ലൈക്ക് ഹൗ വൈ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് ഈസ് നോട്ട് ജസ്റ്റ് എ UI. അതിന്റെ മുകളിൽ ഇപ്പം സ്ട്രീം ഒരു സാധനം, ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്ന നെക്സ്റ്റ് സാധനം വുഡ് ബി ലൈക്ക് ദേ വർക്ക് വിത്ത് ISPs. ഇപ്പം ചിലപ്പോൾ അവർക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒക്കെ സർവേഴ്സ് ഉണ്ടാവും വെറുതെ ദേ സ്റ്റോർ സം ഓഫ് ദെയർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് കണ്ടന്റ്. അങ്ങനെയൊക്കെയാണ് അവര് ഫാസ്റ്റർ ആക്കുന്നത് സ്ട്രീംസ്. അപ്പം നമുക്ക് അതിനെ പറ്റിയൊക്കെ പഠിച്ച് ഇങ്ങനെ ഡീപ്പറായിട്ട് പോകുന്നതിന് വേറൊരു വാല്യൂ ഉണ്ട്. അപ്പം സൈഡ് പ്രൊജക്ട് എന്നുള്ളത് നമ്മളെപ്പോഴും വെരി പെരിഫറലും ആക്കേണ്ട ആവശ്യമില്ല.
യു ക്യാൻ ഗോ ഡീപ്പർ ഓൾസോ. എനിക്ക് ഇതുപോലൊരു പ്രൊജക്റ്റിൽ നമ്മൾ ആക്ച്വലി ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വർക്ക് ചെയ്തപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ MKBHD ഒരു വീഡിയോ കൂടി ഉണ്ട്. പുള്ളി ഒരു വീഡിയോനെ 100 times എന്തോ റിപ്പീറ്റഡ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അപ്പൊ അതിനൊക്കെ ഉണ്ടായ ഒരു ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ കവറേജ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ കോൾ ആണെങ്കിൽ നമ്മൾ അധികം അനങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അത് ഇതൊന്നുണ്ടായ ലേണിംഗ്. കാരണം കൂടുതൽ ഫ്രെയിംസ് നമ്മൾ ഫിക്സ്ഡ് ആണ്, നമ്മൾ അധികം അനങ്ങുന്നില്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് നടക്കുകയാണെങ്കിൽ എല്ലാ ഫ്രെയിമും മീൻസ് ഇപ്പൊ ഇതിൽ ഓരോ പിക്സലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും, വീഡിയോ കോള്. അപ്പൊ അതൊരു ഇതുപോലൊരു സാധനം ലേണിംഗ് കിട്ടി നമുക്കൊരു റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഇൻസിഡന്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ഐ തിങ്ക് ശ്യാം പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉള്ളത് ആ യൂസേഴ്സിന്റെ അടുത്ത് എത്തിച്ചപ്പം കുറെ സാധനം റിയലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ള ആംഗിളാണ്. എന്റെ പേഴ്സണൽ കേസിൽ എനിക്ക് ഏർലി ഓൺ പറ്റിയിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക്, ഞാൻ കുറെ പ്രോജക്ട്സ് ഇങ്ങനെ ഹാഫ് വേയിൽ കൊണ്ടുവെക്കും ആൻഡ് ആരുടെ അടുത്ത് എത്തിച്ചിട്ടില്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് മേ ബി ഒരു 2 or 3 people ക്ലോസ് ടു മീ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു പബ്ലിക് ഡൊമൈനിൽ എവിടെയെങ്കിലും പുഷ് ചെയ്യുക, മേ ബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും മതിയായിരിക്കും 10 പേര് കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ അവർക്ക് ഓക്കെ ഇത് ഇറ്റ്സ് നോട്ട് ദയർ യെറ്റ്, അല്ലെങ്കിൽ ഇത് അത്ര അടിപൊളി ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, പിന്നെ പെർഫെക്റ്റ് ആക്കി ഞാൻ ചെയ്ത് ആരെങ്കിലും നോക്കോ ഇത്രയും ഇത് ഇത്ര അടിപൊളി ആയിട്ടില്ലല്ലോ, അപ്പം വുഡ് പീപ്പിൾ കെയർ എന്നുള്ള സാധനം ഭയങ്കര കൺസേണിങ് സാധനമായിരുന്നു. അപ്പം അതുകൊണ്ട് കുറെ പ്രോജക്ട്സ് ഞാൻ അങ്ങനെ ഹാഫ് വേ ഡ്രോപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്യാതെ പോയിട്ടുണ്ട്. പക്ഷെ ലേറ്റർ ഓൺ എനിക്ക് ഭയങ്കര റിയലൈസേഷൻ ഉണ്ടായി ദാറ്റ് ഈവൻ ഒരു ഹാഫ് വേ ഉള്ള പ്രൊജക്ടിന്റെ ഒരു പ്രോഗ്രസ് അപ്ഡേറ്റ്, ഐ എം വർക്കിംഗ് ഓൺ ദിസ് ഒരു അപ്ഡേറ്റ് തന്നെ ഒരു 10 പേര് കാണുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഇമ്പാക്ട്, കുറെ ഓപ്പർച്യൂണിറ്റീസ്, കുറെ ലേണിംഗ്സ്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കും, അല്ലെങ്കിൽ കുറെ ഇൻപുട്സ് തരാൻ വില്ലിങ് ആയിരിക്കും എന്നുള്ള സാധനം. ഐ തിങ്ക് ദാറ്റ് ഇസ് പ്രിറ്റി കീ ടു ഓൾസോ പീപ്പിൾ സ്റ്റാർട്ടിങ് ആൻഡ് വർക്കിംഗ് ഓൺ ന്യൂ പ്രോജക്ട്സ്. കാരണം പുട്ടിംഗ് ഇറ്റ് ഔട്ട് ദർ ഇസ് വെരി ഇമ്പോർട്ടന്റ്, ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് വർക്കിംഗ് ഓൺ ഇറ്റ് എന്നുള്ള സാധനം. പിന്നെ ചിലത് വി ഡു ഇറ്റ് ഫോർ ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഡൂയിങ് ഇറ്റ്. കണ്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് നമ്മളത് ജോക്ക് ആയിട്ട് വരാറുണ്ട്. നമ്മള് മേക്കേഴ്സ് ആണ്, നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന പ്രോജക്ട്സ് ഫോൾഡറിന്റെ പുറത്തേക്ക് പോകും. നമ്മുടെ ഫോൾഡറിന് സിസ്റ്റത്തിൽ ആ ഇതിലായിരിക്കും കിടക്കും, പ്രോജക്ട് ഫോൾഡേഴ്സിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഈവൻ ഗിറ്റിൽ പോലും നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടാവില്ല. ചുമ്മാ ജോക്കായിട്ട് പറയാം, മേക്കേഴ്സ് ആണ്, ബിൽഡേഴ്സ് അല്ല. അപ്പൊ ബിൽഡർ നമ്മള് ആ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോ സോൾവ് ചെയ്യുമ്പോൾ ആ ഹൈ പോയിട്ടുണ്ടാവും. അങ്ങനത്തെ കുറെ പ്രോജക്ട്സ് അതേപോലെ പറയുന്ന ഒരു സാധനമാണ്. ലൈക്ക് ഒരു 15 മിനിറ്റ് ഇരുന്ന് മാനുവലി ചെയ്യേണ്ട വർക്ക് നമ്മൾ 1 മണിക്കൂർ ഓട്ടോമാറ്റിക് ഒരു പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, പിന്നെ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ആ ഓട്ടോമേറ്റ് ചെയ്യുന്നതിൽ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്, ഭയങ്കര ഫണ്ണാണ്. പിന്നെ ശരിക്കും വാല്യുബിൾ സാധനങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ച റീസെന്റ് അല്ല, ഐ തിങ്ക് 1 or 2 years ബാക്ക് ചെയ്തൊരു വെരി സിമ്പിൾ സാധനം ഉണ്ടായിരുന്നു. HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് അയക്ക PDF ആയിട്ടാണ്. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ആണ്. അതിന് ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിലുള്ള ഒരു എമൗണ്ട് കോപ്പി ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു 13,223.23 ആണെങ്കിൽ അത് കോപ്പി ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ നമ്മള് ഇതൊന്ന് മാനുവലി എൻ്റർ ചെയ്യണം. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ ഇത് എടുത്തിട്ട് ഒരു CSV ആക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ CSV ആക്കിയ വെരി സിമ്പിൾ അല്ലേ. അങ്ങനെ കുറച്ച് ഗൂഗിളൊക്കെ ചെയ്ത് വെരി സിമ്പിൾ ഒരു സാധനം ഉണ്ടാക്കി. അത് ഞങ്ങൾ ആക്ച്വലി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പനി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇതാക്കി കഴിഞ്ഞാൽ ഒരു CSV കിട്ടും, പ്ലസ് കുറച്ച് ഇപ്പം USDയിലുള്ള എമൗണ്ട് ഒക്കെ സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതൊരു സിംഗിൾ പ്രോബ്ലത്തിന് വേണ്ടി ചെയ്ത ഒരു സിമ്പിൾ സാധനം. വേറെ ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഞങ്ങൾ ഇന്റേണലി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ പുട്ട് ഇറ്റ് അപ്പ് ഓൺ ഗിറ്റപ്പ്. പക്ഷെ ആ പ്രോബ്ലം സോൾവ് ചെയ്തത് എനിക്ക് ഭയങ്കര പെയിൻ പോയിന്റ് ആയിരുന്നു. അപ്പൊ അത് വേറെ ആർക്കും കൊടുത്തില്ലെങ്കിൽ പോലും എന്റെ ഒരു പ്രോബ്ലം നല്ല ഹാപ്പി ആയിട്ട്. അങ്ങനത്തെ കുറെ ചെറിയ കാര്യങ്ങൾ ചെയ്തതും ആലോചിക്കുമ്പം ലൈക്ക് ഭയങ്കര ലേണിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെയും കാര്യം ചെയ്യാൻ പറ്റും. അപ്പോഴായിരിക്കും ഇപ്പം ഇതിന് യൂസ് ചെയ്ത എന്തോ പൈത്തണിന്റെ ഒരു PDF പ്ലംബർ എന്ന് പറഞ്ഞ എന്തോ ഒരു ലൈബ്രറി. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് പഠിച്ചു. അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാവും ആലോചിക്കുക, ഓക്കെ ഈ ലൈബ്രറിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തത് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. സോ എനിക്കൊരു സിമിലർ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്ത് മറ്റേ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യണ്ട നമുക്ക് ലേണിംഗിന്റെ അറൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പ് നടത്തി അതിന്റെ ഒക്കെ. അപ്പം ഇത് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലുസ്ട്രേറ്റർ വെച്ചിട്ട് അതിൽ സ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് മാനുവലി ഞാൻ തന്നെ ചെയ്യണം. മാനുവലി മീൻസ് ഇതിന്റെ കുറെ മറ്റേ ഫെയിൽ സേഫ് ഒക്കെ നോക്കാണ്ട, ചിലപ്പം ഈ ഷീറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അതില് സ്പേസ് ഒക്കെ ചിലപ്പം നെയിമിന് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് പൊട്ടും. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റത്തിൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ വർക്ക് ആവില്ല. അപ്പൊ ഐ ഷുഡ് കീപ് ഇറ്റ് ഇൻ ഫോർഗ്രൗണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ ഞാൻ ഇതുപോലെ നോക്കി ആ സ്ക്രിപ്റ്റ് എടുത്ത് വേറെ പൈത്തണിൽ വേറെ സ്ക്രിപ്റ്റ് എഴുതി. അതും പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ തന്നെ ഇരുന്ന് ചെയ്യണം. അങ്ങനെ പിന്നെ
എനിക്കൊന്ന് ChatGPT ഒക്കെ വന്ന സമയത്ത് അതിനൊരു UI കൂടി ഉണ്ടാക്കി ഞാൻ അത് ഹോസ്റ്റ് ചെയ്തു. ഇപ്പം ആർക്കാണോ റിക്വയർമെന്റ് അവർ തന്നെ പോയി ജനറേറ്റ് ചെയ്യും. അപ്പം അവിടെ എന്റെ ടൈമും സേവ് ആയി. എനിക്ക് ഒരു ബോറിംഗ് ടാസ്ക് ആയിരുന്നു റിപ്പീറ്റഡ്ലി അത് ചെയ്യാന്നുള്ളത്. ഇതിന്റെ നല്ലൊരു ഹാക്കാണ് ടെലിഗ്രാം ബോട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ഫൈനലി ഇപ്പം റൺ ചെയ്യുന്ന സിറ്റുവേഷൻ ഒരു ടെലിഗ്രാം ബോട്ട് ആയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു PDF ഒരു ബോട്ടിന് അയച്ചു കൊടുത്താൽ ബോട്ട് CSV ആയിട്ട് റീപ്ലൈ തരും. അപ്പൊ വേറെ UI ഒന്നും ബിൽഡ് ചെയ്യേണ്ട, എല്ലാം ടെലിഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. വെരി സിമ്പിൾ. അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഓരോ എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ വോയിസ് ടു ടെക്സ്റ്റിന്റെ ഒക്കെ ഓരോ പരീക്ഷണമൊക്കെ നടത്തിയപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെലിഗ്രാം ബോട്ടായിരുന്നു. കാരണം ഓഡിയോ ഫീച്ചർ ഒക്കെ അതിലുണ്ട്. അപ്പൊ ശരിക്ക് എക്സിസ്റ്റിംഗ് സാധനത്തിന്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിയാസിന്റെ ആയിട്ട് എനിക്ക് ഏർലി ഇന്ററാക്ഷൻ, നിയാസിനെ ഞാൻ ആദ്യം കണ്ടപ്പോ നിയാസ് പറഞ്ഞു ഞാൻ ആൻഡ്രോയിഡ് ഡെവലപ്പറാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈനും ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു വെബ് ടാസ്ക് കമ്പനിയിൽ കുറച്ച് ആൾക്കാർക്ക് വേണം, അവരത് മാനുവലി ചെയ്യുന്നേ, അവരത് കഷ്ടപ്പെടണ്ട, ഞാനതൊന്ന് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു നാരോ സ്കിൽ സെറ്റ് അല്ല, നമ്മള് പല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. ഡിസൈൻ ചെയ്യാൻ പഠിക്കും, അതിനോട് മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിക്കും, പ്രോഡക്റ്റ് തോട്ട് എങ്ങനെയായിരിക്കണം എന്ന് പഠിക്കും. സോ ഒരു മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ബാക്ക് എൻഡ് ഡെവലപ്പർ ആണ് എന്ന് പറഞ്ഞ് റെസ്പെക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനൊരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് ഈ പറഞ്ഞൊരു വെരി ക്രിട്ടിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മളൊരു മാർക്കറ്റിൽ പോകാൻ പറ്റുന്ന ഒരു ഫാൻസി ഐഡിയ തന്നെ വേണമെന്നില്ല. എന്തെങ്കിലും ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളത് തന്നെ ആയിരിക്കും. ഞാനത് ലെറ്റ് മീ മേക്ക് ഇറ്റ് മൈസെൽഫ് ആൻഡ് ഡു ഇറ്റ് ഫോർ മൈസെൽഫ് എന്നുള്ള ഒരു ആസ്പെക്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിലെനിക്ക് ആഡ് ഉള്ള എല്ലാവർക്കും ഇത് വർക്ക് പ്ലേസിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പം അവിടെ ഫ്രണ്ട് എൻഡിലോ അല്ലെങ്കിൽ ഡിസൈനിലോ ചിലപ്പോൾ വർക്ക് പ്ലേസിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ സൈഡ് പ്രോജക്ട്സ് ആക്ച്വലി ഇതുപോലെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ആസ്പെക്ട്, ഇപ്പം ഡിസൈനിന്റെ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറെ ട്രെൻഡ്സ് ഡിസൈനിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇപ്പം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മള് വർക്കില് നമ്മളൊരു സ്റ്റൈല് ഓൾറെഡി ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിസൈൻ സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്ത് നമുക്ക് ചെയ്യൽ കുറച്ച് ടഫായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ബിസിനസ് ഇതൊക്കെ അലൈൻഡ് ആയിട്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വർക്കായിട്ട് കണ്ടിട്ട് ബാക്കി സാധനങ്ങൾ നമ്മൾ സൈഡ് പ്രോജക്ട്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ ടിങ്കറബ് ഞാൻ ഇടയ്ക്ക് ചോദിക്കും എന്തെങ്കിലും പോസ്റ്റേഴ്സ് ഉണ്ടാക്കണോ, കാരണം എനിക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും എനിക്കൊന്ന് ഇതുപോലെ വർക്ക് പ്ലേസിൽ അതില്ലാത്തവർക്കും ഒരു നല്ലൊരു അവന്യൂ ആണ് സൈഡ് പ്രോജക്ട്സ്. ശ്യാമ പറഞ്ഞതിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം വർക്ക് പ്ലേസിലാണെങ്കിലും ഇപ്പം ഒരു ബാക്ക് എൻഡിൽ കോറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ചിലപ്പം ബാക്കി കാര്യങ്ങൾ തീരെ ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. ഒരു 3 year എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറോട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവര് ഇതുവരെ ഒരു സാധനം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാവില്ല. അവര് ചിലപ്പം പൈത്തണിലോ നോഡിലോ ഒക്കെ നല്ല ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. പക്ഷെ അവര് ഇത് ഡിപ്ലോയ് ചെയ്യാൻ വേറെ ടീം ഉണ്ട് എന്നായിരിക്കും ചോദിച്ചാൽ. നമ്മളൊരു എൻഡ് ടു എൻഡ് സാധനം ഈവൻ ഇഫ് ഇറ്റ് ഈസ് വെരി സ്മോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് മേ ബി AWS ഒരു മെഷീൻ എടുത്തിട്ടോ ഡിജിറ്റൽ ഓഷനിൽ ഒരു മെഷീൻ എടുത്ത് നമ്മൾ അതിൽ ഡിപ്ലോയ് ചെയ്ത് കൂടെ എക്സ്പീരിയൻസ് കിട്ടുന്നതിന് ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ട്. ഡെഫിനറ്റ്ലി. I mean, it is not നമ്മുടെ കോൺവെർസേഷൻ is mostly around students doing it. അപ്പൊ അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മേക്ക് ചെയ്യുന്നതിന്. കാരണം ഇപ്പോ ഞാൻ ഈ റീസെന്റ് ഒരു ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്തപ്പോ അവിടുത്തെ ഡെവലപ്പേഴ്സ് പറയുന്നുണ്ടായിരുന്നു, എനിക്കിതൊക്കെ അറിയാം, ഞാൻ പണ്ടപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് എൻഡ് ഒക്കെ, ബാക്ക് എൻഡ് ഡെവലപ്പറാണ്, കോർ ബാക്ക് എൻഡ് ഡെവലപ്പറാണ്. ഞാൻ ഇപ്പൊ പ്രോഡക്റ്റ് ഹണ്ടിൽ ഒരുപാട് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുക, ഫ്രണ്ട് എൻഡ് ചെയ്ത് നോക്കുക. സോ പുള്ളിക്കാരനൊരു 4 മാസം അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം ഹീ കോൾസ് ഹിംസെൽഫ് ഓക്കെ ഞാനിപ്പോ ഫുൾ സ്റ്റാക്ക് എന്ന് പറയാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. റൈറ്റ്. അപ്പൊ വർക്ക് ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് ചെയ്ത് സ്കില്ലപ്പ് ചെയ്യാമെന്നുള്ളതാണ് പോയിന്റ്. കുറെ ഇമ്പോസ്റ്റർ സിൻഡ്രോം അടിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ അത് മാറ്റാനുള്ള ഒരു കോഡിംഗ് പോലും ഇതിനൊരു ലിമിറ്റേഷൻ അല്ല. കാരണം ഇപ്പം നോ കോഡ് ടൂൾസ് ഉണ്ട്, കോഡ് ജനറേഷൻ ടൂൾസ് ഉണ്ട്. അപ്പം ശരിക്ക് അപ്പൊ നമ്മൾ എത്തേണ്ടത് ശരിക്കും എങ്ങനെ ഒരു ഐഡിയ നമ്മള് സൈഡ് പ്രോജക്റ്റ് ആക്കി ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ്. പഠിക്കാൻ ബ്ലോക്കേഴ്സ് ഉണ്ടായിട്ട് നിൽക്കുന്നവർക്ക് മറ്റേ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പം ജനറേറ്റീവ് ടൂൾസ് ഒക്കെ വെച്ചിട്ട് കോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ക്ലൗഡ് ഒക്കെ ആണെങ്കിൽ തന്നെ ഫ്രണ്ട് എൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ലേൺ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ തന്നെ എളുപ്പമാണ് ആക്ച്വലി. ഇംഗ്ലീഷിൽ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഞാനിത് ChatGPT വന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഫിഗ്മയിൽ ഉണ്ടായ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറച്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അത് റാൻഡം പൊസിഷനിൽ ഞാൻ മാനുവലി വെക്കണം. അപ്പൊ എപ്പം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു മാനുവൽ ടച്ച് അതിന് കാണുന്നുണ്ട്, റാൻഡം അല്ല അത്. അപ്പൊ ഞാൻ ഇതുപോലെ ChatGPT ചുമ്മാ ഒരു സാധനം ചോദിച്ചു. അപ്പൊ അങ്ങനെ
ലൈക് കംപ്ലീറ്റ് കോഡ് ചാറ്റ് ജി പി ടി ആണ്. ജസ്റ്റ് ഫ്രണ്ട് എൻഡ് മാത്രമാണ് ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലഗിൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ന്യൂ ഇയർ സമയത്ത് എന്തോ ചുമ്മാ റിലീസ് ചെയ്ത് ഇപ്പൊ ഒരു 7,000 സംതിങ് യൂസേഴ്സും കുറച്ച് ഒരു 400-500 സേവ്സ് ഒക്കെ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തു. ഫിഗ്മ പ്ലഗിൻസ് കമ്മ്യൂണിറ്റിയിൽ പബ്ലിഷ് ചെയ്താണ് അത്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു. ഒരു ജസ്റ്റ് എനിക്കുണ്ടായ ഒരു പ്രോബ്ലം ഞാൻ ചുമ്മാ ചെയ്തു, എന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തു. അപ്പൊ അത് പബ്ലിഷ് ചെയ്തു. പക്ഷെ അതിപ്പോ പ്രോബ്ലം ഉള്ള കുറെ പേരുണ്ടാവും. ഞാൻ ഇത്രയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇതേ വാല്യൂ ആണ് ശരിക്ക് ആപ്പ് സ്റ്റോർസും തരുന്നത്. ഇപ്പൊ പ്ലേ സ്റ്റോറിലാണെങ്കിലും ലൈക് പല ആൾക്കാരും പ്ലേ സ്റ്റോറിൽ പോയിട്ടാവും സെർച്ച് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വെരി സിമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇപ്പൊ സ്പോട്ടിഫൈയിൽ നമ്മൾ പ്രീമിയം ഇല്ലാതെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആഡ് വരും. അപ്പം ഞാനൊരിക്കൽ പേഴ്സണലി ഇങ്ങനെ ആലോചിച്ചാണ്, ഓക്കെ ഈ ആഡ് വരുമ്പോൾ ആഡ് മ്യൂട്ട് ചെയ്താൽ പോരെ, ശരിക്കും കുഴപ്പമില്ലല്ലോ. അങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഒരു ആപ്പ് കണ്ടു, സ്പോട്ട് മ്യൂട്ട്. അപ്പം വാട്ട് ഇറ്റ് ഡസ് ഇസ് എക്സാക്ട്ലി ദിസ് തിങ്. സോ ഇത് ഒരാളെ ഒരു സൈഡ് പ്രൊജക്ട് ആയിരിക്കും. അപ്പൊ നോക്കിയപ്പോ ഇയാളെ ഏതൊരു വലിയ കമ്പനി വർക്ക് ചെയ്യുന്ന ഡെവലപ്പറാണ്, ആളുടെ ഒരു സൈഡ് പ്രൊജക്ട് ആണ്. സോ അങ്ങനെ നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം. നമുക്ക് തോന്നുന്ന ഒരു പ്രോബ്ലം മേ ബി ഇപ്പൊ ഇത് ഞാൻ ഗൂഗിൾ ചെയ്യാൻ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇരുന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഡിഫറെന്റ് ഇംപ്ലിമെന്റേഷൻ ഉള്ള സാധനം കൂടിയാണല്ലേ ടിപ്പിക്കൽ ഒരു കൈൻഡ് ഓഫ് റെഡ് ആപ്സും സാധനങ്ങളും അല്ലാതെ. അത് ആക്ച്വലി എനിക്ക് സ്പോട്ടിഫൈയുടെ വർക്കിംഗ്സ് കൂടെ മനസ്സിലാക്കി ആൻഡ്രോയിഡ് ആപ്സ് എങ്ങനെയാണ് ചാനൽസും സാധനങ്ങളും വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് വേണം അത് ആക്ച്വലി ബിൽഡ് ചെയ്യാൻ. ചാലഞ്ചിങ് സാധനങ്ങൾ കൂടെയാണ്. പിന്നെ എല്ലാവരും ഒരു ഫിനാൻഷ്യൽ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ, സ്വന്തം ഫിനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി. എക്സൽ ഷീറ്റ് മുതൽ എല്ലാ രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഈ ക്രെഡ് ആപ്പ് പറഞ്ഞപ്പോ ആ ക്രെഡ് അല്ല, മറ്റേ നമ്മുടെ CRED ക്രെഡ് ആപ്പ് ഉണ്ടല്ലോ, അവരുടെ UI ലൈബ്രറി ഓപ്പൺ ആയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അത് വെച്ച് എന്തെങ്കിലും ബിൽഡ് ചെയ്യണത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ആപ്പ് പറഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോ ഷീറ്റൊക്കെ പറഞ്ഞപ്പോഴാണ് അത് ഓടിയത്. ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ബിൽഡിംഗ് വിത്ത് ദാറ്റ് ലൈബ്രറി അങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സൈഡ് പ്രൊജക്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യും. അപ്പൊ എനിക്കറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഇതുപോലെ വെബ് സോക്കറ്റ് എന്താന്ന് പഠിക്കാൻ വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്ത് തുടങ്ങിയതാണ്. അത് ആക്ച്വലി പിന്നെ അങ്ങനെ വന്നൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയി മാറി. അപ്പൊ അങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്കൊരു ടെക് പഠിക്കാനാവും നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കി പോകുമ്പോഴാവും വി ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദെൻ വി ഗോ ഡീപ്പർ. അതുപോലെ ചെയ്യുന്നതൊക്കെ അതേപോലെ ഗിറ്റബിലൊക്കെ ഇട്ടാൽ അത് ലോങ് ടേമിൽ പിന്നെയും ഇപ്പൊ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഹയറിങ്ങിനൊക്കെ പോകുമ്പോൾ ഗിറ്റബ് പ്രൊഫൈലാണ് ശരിക്കും ഒരു മച്ച് മോർ വാല്യുബിൾ ദാൻ റെസ്യൂമേ. ഇപ്പോ എനിക്ക് ഇപ്പൊ കോളേജിൽ പഠിക്കുന്നു, എനിക്കൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ഐഡിയ എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. എനിക്കങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരും സൂം ലിങ്ക് അയക്കുന്നു, ഓൺലൈൻ ക്ലാസ് എവിടെയും ഗൂഗിൾ മീറ്റ് ലിങ്ക് എല്ലാം ലിങ്ക് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ടുള്ള എക്സാം അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റ് ഇതുപോലെ ലിങ്ക് പോലെ അയച്ചുകൂടെ? പഠിക്കുന്നതിന്റെ ഗൂഗിൾ മീറ്റിന്റെ കൂടെ ഒരു എക്സാമിന്റെ ഒരു ലിങ്ക് കൂടെ അയക്കാം എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ടൂൾ ബിൽഡ് ചെയ്തതാണ് സെൻഡ് എക്സാം എന്ന് പറഞ്ഞിട്ട് ടൂൾ ബിൽഡ് ചെയ്തു. ഞാനും എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു വിഷ്ണു കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ബിൽഡ് ചെയ്തപ്പോ അതിനൊരു ട്രാക്ഷൻ കിട്ടി. കുറെ ടീച്ചേഴ്സ്, അത് ഫ്രീ ടൂൾ ആയിരുന്നു കോവിഡിന്റെ ടൈമിൽ നമ്മൾ ബിൽഡ് ചെയ്ത ഫ്രീ ടൂൾ. കുറെ ടീച്ചേഴ്സ് അത് യൂസ് ചെയ്തു. ആ ടീച്ചേഴ്സ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയും ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് ഇതിനകത്ത് ഓൺ സ്ക്രീനിൽ, അങ്ങനെ ഇംപ്രൂവൈസേഷൻ ഒക്കെ നടത്തി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നൊരു ടൂൾ, അങ്ങനെ സിമ്പിൾ ആയിട്ടൊരു യൂസ് കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു ടൂളാണ്. Later on, that ended up in sort of an acquisition where ഞങ്ങളുടെ ടീം ടീച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് ഇതേ അസസ്മെന്റ് ടൂൾ ബിൽഡ് ചെയ്ത് കൊടുക്കാനും റാൻഡംലി ചെയ്തതാണ്. റാൻഡംലി ചെയ്തതിൽ എൻഡ് അപ്പ് ഇൻ സംതിങ് ഗുഡ്. ഔട്ട് ഓഫ് 5-6 projects you do, 1 or 2 will have some use cases. ഇനി ഒന്നും ആയില്ലെങ്കിലും ഫ്ലെക്സ് യുവർ മസിൽസ്. കറക്റ്റ്. ലേണിംഗ് ആണ് കീ ഇതിനകത്ത്. ഇപ്പൊ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ തിരിച്ചു കഴിഞ്ഞാൽ നമ്മള് ആ സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന തോന്നലില്ല. ലൈക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു അതാണ് എനിക്ക് തോന്നുന്ന ഒരു മേക്കറെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒരു സാധനം ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോന്നൊന്നും മോസ്റ്റ്ലി ബിക്കോസ് എന്തായിട്ടും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ്. അതെനിക്ക് ഒരു പ്രൊജക്ട് നമ്മൾ ചുമ്മാ ചെയ്യണം, അല്ലെങ്കിൽ 1, 2, 3 പ്രൊജക്ട് ചുമ്മാ ചെയ്താലേ എൻഡ് ടു എൻഡ് ചെയ്താലാണ്
ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആണ്. കാരണം കുറെ സാധനങ്ങൾ നമ്മൾ നോക്കിപ്പോ ഇതങ്ങനെ ഉണ്ട്, അപ്പൊ നമുക്കൊരു പാത്തും ഉണ്ടാവും, ഒരു പ്രോസസ്സ് നമുക്ക് ബിൽഡ് ചെയ്ത് വരും എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി. അപ്പൊ അത് കുറെ പേര് സ്റ്റക്ക് ആവല് ഈ ഐഡിയ ഓൾറെഡി ആരോ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്, അതും ഇതേപോലത്തെ അതൊരു ഒരു പ്രശ്നമാണ്. അങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ഫോർ യു. ലൈക്ക് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വേറെ ആള് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. വി ക്യാൻ ഡു ഇറ്റ് മേ ബി ബെറ്റർ ഇൻ അവർ ഓൺ വേ. അങ്ങനെയും ലേൺ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ എന്തോ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഫൈൻഡ് ചെയ്യുന്ന ഒരു തിങ്സ് ഡോട്ട് എന്തായിരുന്നു പ്രൊഡക്റ്റ്, അപ്പൊ അതില് ആ പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പിൽ അതെനിക്കൊന്ന് അത് ഇട്ടപ്പം കുറെ പേര് ഇത് ഓൾറെഡി ഉണ്ടല്ലോ എന്തിനാണെന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ എന്താണ് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചുമ്മാ ഫോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതാണ് ലിറ്ററലി സൈഡ് പ്രോജക്ട്. യു ഡോണ്ട് കെയർ വാട്ട് ഈസ് ദേർ ഓർ ലൈക്ക് മേ ബി എനിക്കൊരു ഐഡിയ ഉണ്ടാവും, ഇത് വേറെ ആൾക്ക് യൂസ്ഫുൾ ആയാൽ അവർ യൂസ് ചെയ്തോട്ടെ, അത്രേ ഉണ്ടാവുള്ളൂ. ഈ ഹാർഡ്വെയർ പ്രൊജക്ട്സിൽ വരുമ്പോ അങ്ങനത്തെ ഒരു ബ്ലോക്കർ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക്. ഭയങ്കര ക്രിയേറ്റീവ് സാധനങ്ങൾ വരാറുണ്ട്. ക്രിയേറ്റീവ് സാധനങ്ങൾ ഇപ്പൊ ഓൾറെഡി ചെയ്ത സാധനങ്ങളാണെങ്കിലും ചെയ്യുന്നതിൽ ആൾക്കാർക്ക് അത് ഓൾറെഡി ഉണ്ടല്ലോ, ഞാൻ ചെയ്യണ്ടല്ലോ എന്നുള്ള ബ്ലോക്കർ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ടേക്കാണ്. ഇപ്പം എനിക്ക് എക്സാമ്പിൾ ആണെങ്കിൽ എല്ലാവരും ആക്ച്വലി, കാരണം പണ്ട് നമ്മൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോ എല്ലാരും ഹാർഡ്വെയർ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഓർഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അത് വെച്ച് എന്തെങ്കിലും വെറുതെ ലൈറ്റ് LED കത്തിക്കുക. പിന്നെ പ്ലാൻസ് ഉള്ളവരൊക്കെ മറ്റേ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ ആ പൈപ്പ് വെക്ക, ഇതൊക്കെ തന്നെ ഉള്ളൂ. അതില് വേറെ ഇന്നോവേഷനും സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരു ഫണ്ണാണ് അത്. പിന്നെ മനസ്സിലാവും ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അല്ല, ഞാൻ ഈ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില് ചെടികൾക്ക് വെക്കാൻ വേണ്ടി. പിന്നെ ആലോചിച്ചത് ഇത് വെച്ചിട്ട് മോട്ടോർ വെക്കണമെങ്കിൽ പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ ബക്കറ്റ് വെക്കണം. ആ ബക്കറ്റിൽ ഞാൻ തന്നെ വെള്ളം നിറക്കണം. പക്ഷെ ഇത് ചെയ്യാനൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ അത് അവസാനം യൂസ് ചെയ്യാണ്ടായി. ലൈക്ക് ഞാൻ തന്നെ വേണം, പിന്നെ ഐ ക്യാൻ വാട്ടർ ദ പ്ലാന്റ്സ് എന്നുള്ള മോഡായി. നമ്മള് എനിക്ക് തോന്നുന്നു ഹാർഡ്വെയറിനെ പറ്റി ഇങ്ങനെ പറയായിരുന്നു. എനിക്കത് സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് മാത്രമല്ല, ലൈക്ക് ഈ ഹാർഡ്വെയർ ഭയങ്കര കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ഇവിടെ കിട്ടിയൊരു സാധനമാണ് 3D പ്രിന്റ് ചെയ്തൊരു സാധനമാണ്. എന്തൊരു കോൺ അകത്തേക്കും പുറത്തേക്കൊക്കെ പോകും. പക്ഷെ എനിക്കൊന്ന് ഹാർഡ്വെയർ പ്രൊജക്ട്സ് വരുന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് കോസ്റ്റോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കിട്ടുക, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ആണ്. അല്ലെങ്കിൽ ഈ കമ്പോണൻസിന്റെ ഒക്കെ. അപ്പൊ അവിടെ എനിക്കൊന്ന് കുറച്ചും കൂടെ കമ്മ്യൂണിറ്റീസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് കുറെ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ടിങ്കർ സ്പേസിൽ തന്നെ കുറെ ഹാർഡ്വെയർ 3D പ്രിന്റേഴ്സ് ഉണ്ട്. അതൊരു റെസ്ട്രിക്ഷനേ അല്ല, ലൈക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കോളേജിലായിരുന്നപ്പോ തന്നെ ഇവിടെ ഫാബ് ലാബ് ഉണ്ടായിരുന്നു. ഫാബ് ലാബ് ഉണ്ട്. പക്ഷെ അത് എനിക്കൊന്ന് കോളേജിൽ, പക്ഷെ കോളേജിനകത്ത് ഫാബ് ലാബ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇപ്പൊ ഞാൻ പഠിച്ച കോളേജിൽ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ആക്സസ് കിട്ടണമെങ്കിൽ കുറെ സ്ഥലത്ത് കയറി ഇറങ്ങണം. അത് ഒന്നാമത് അതൊരു ഗവൺമെന്റ് കോളേജ് കൂടെ ആയതുകൊണ്ട് ഇത് എന്തെങ്കിലും പറ്റിക്കാൻ നമ്മൾ ഉത്തരവാദിയാവുന്നുള്ള ഫാക്കൽറ്റീസിനും സ്റ്റാഫിനും ഒക്കെ ഭയങ്കര കൺസേൺസ് ഉണ്ട്. അപ്പൊ അവരിത് അങ്ങനെ റാൻഡംലി ആർക്കും ആക്സസ് ഒന്നും കൊടുക്കില്ല. ഇപ്പൊ എനിക്കൊരു പ്രോജക്ട് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അങ്ങനത്തെ കുറെ അങ്ങനെ മാറി. ഇപ്പൊ അബൻഡന്റ് ആണ് റിസോഴ്സ്. പക്ഷെ കോളേജിലൊക്കെ ആണ്. പക്ഷെ there are many public communities. ഇപ്പം ഗവൺമെന്റ് റിസോഴ്സസ് ഉണ്ട്, ഇവിടെ ടിങ്കർ സ്പേസിലുണ്ട്. ഇപ്പൊ ജെന്നയായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ GPU കിട്ടിയാലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള അങ്ങനെ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട് പബ്ലിക്ലി അവൈലബിൾ. അതൊരു ഇന്നലെ നമ്മൾ ഇവന്റില് ഒരു പുള്ളി പറഞ്ഞു വേറെ എവിടെയും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ടിങ്കർ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രെയിൻ പിടിച്ചു അപ്പം അതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇത് വെച്ച് എന്ത് ചെയ്യും എന്നുള്ളതിലാണ് ശരിക്ക്. ഫണ്ണായിട്ട് പലതും ചെയ്യാം. നമ്മളിത് GPU വെച്ചപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, GPU യൂസേജിന്റെ ഒരു എത്ര പെർസെന്റേജ് കറന്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡിസ്പ്ലേ മീറ്റർ കാണിച്ചാൽ ഫണ്ണാവില്ല. അങ്ങനെയൊക്കെ നമുക്ക് GPUലേക്ക് എത്തിയത് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം മറ്റേ സ്റ്റേബിൾ ഡിഫ്യൂഷൻ വെച്ച് പ്രൊജക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ GPU നമ്മളിവിടെ GPU ആണെന്നുള്ളത്. ടിങ്കർ സ്പേസ് തുറന്ന സമയത്ത് നമ്മള് കൊച്ചിയിലുള്ള ഒരു എനിക്കൊന്ന് 5-8 പേരുണ്ടായിരുന്നു. എല്ലാരും കൂടി നമ്മള് കൂടിയിട്ട് എന്തെങ്കിലും ഒരു ക്യുക്ക് സാധനം ഫൺ സാധനം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത്.
അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് വന്ന റിസൾട്ട് വാസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഇവിടുത്തെ ടിവിയിൽ ഒരു സ്ക്രീനിൽ ഒരു QR കോഡ് ഉണ്ടാവും. അത് നമ്മൾ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് അടിച്ചാൽ അത് ജനറേറ്റ് ആവും. ഡോഗ് വാക്കിംഗ് ഓൺ ദ മൂൺ അടിച്ചാൽ അത് ജനറേറ്റ് ആവും. അത് ലൈക്ക് 1.5 years ബാക്ക് ആയിരിക്കും. അതൊന്ന് അന്ന് സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഇറങ്ങിയ ഒരു സമയമാണ്. അപ്പം കുറെ പേർക്ക് ഇങ്ങനെ ഇമേജ് ജനറേഷൻ എന്നൊക്കെ ഉള്ളത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് തന്നെ കുറെ ആൾക്കാർ വാവെന്ന്, ഇപ്പൊ നമ്മൾ കുറച്ച് ടെക്സേവി ആൾക്കാർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു റാൻഡം ആക്ക് ജസ്റ്റ് ഫോണിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അവര് ഫോണിൽ എൻ്റർ ചെയ്യുന്ന സാധനം ഇവിടെ ടിവിയിൽ വരിക എന്നുള്ളത് ഭയങ്കര ഫണ്ണായിരുന്നു. അന്ന് ചെയ്തത് സ്റ്റേബിൾ ഡിഫ്യൂഷന്റെ ഒരു മോഡൽ, ഒരു പെയ്ഡ് fly.io ആണെന്ന് തോന്നുന്നു. അതിലെങ്ങാനും പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ റെപ്ലിക്കേറ്റിലേക്കൊക്കെ അത് പിന്നീട് മാറ്റി. പക്ഷെ ആ ഹോൾ എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ ഫൺ. ഇവിടെ വരുമ്പോ ആൾക്കാർക്ക് ഒരു ഫൺ ഇന്ററാക്റ്റീവ് ഒരു സാധനം ഉണ്ടാവണം. വേറെ ഒന്നും ഒരു ഉദ്ദേശം ഉണ്ടായില്ല. വരുന്നവർക്ക് ചുമ്മാ ആപ്പിനകത്തായിരുന്നാലും ഡേ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു വ്യൂ, നൈറ്റ് ആകുമ്പോഴത്തേക്ക് ചെയ്താണ് ഇതെന്തിനാ ഇത് ചെയ്താലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ മഴ പെയ്യില്ലെങ്കിൽ ആ ഒരു ഫീല് GPU പറഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ അങ്ങനെയാണ് നമ്മള് GPU ഇവിടെ വേണമെന്നുള്ളത്. നമ്മൾ ഇത്രയും ഹാർഡ്വെയർ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ക്ലൗഡ് GPU യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടുത്തെ GPUലൊക്കെ കണക്ട് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു GPU വെക്കാം. പിന്നെ അവിടുന്ന് മേക്കർ ടേബിൾ വന്നു, നമുക്ക് കമ്പോണൻസും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അതൊക്കെ വന്നു. പിന്നെ 3D പ്രിന്ററും എല്ലാം. സോ അതൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഇതുപോലെ കുറെ ഫൺ പ്രൊജക്ട് എന്നാണ്. അന്ന് അത് ഇവിടെ വേണം, നമുക്ക് ചുമ്മാ 3D പ്രിന്റ് ചെയ്ത് അടിക്കാമോ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കും പഠിക്കണം. അങ്ങനെയാണ് എനിക്കൊന്ന് 3D കുറെ സാധനങ്ങൾ വരുന്നത്. കുറെ നമുക്ക് വരുന്ന ചെറിയ നീഡ്സ്, അല്ലെങ്കിൽ നീഡ്സ് എന്ന് പോലും പറയാൻ പറ്റൂല, നമ്മളൊരു ക്യൂരിയോസിറ്റി ക്രേസിനെ സപ്ലൈ ചെയ്യാൻ. ഇപ്പൊ ഞാൻ ചെയ്ത ഒരു സിമ്പിൾ പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഇവിടെ ടിങ്കർ സ്പേസിൽ പുറത്ത് സ്ക്രീനിൽ നമുക്കൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ടിവിയിൽ അതൊരു അപ്ഡേറ്റ് ആയിട്ട് വരും. ഇപ്പം അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഒരു ഭയങ്കര എനിക്കൊരു ഫ്യൂ അവേഴ്സിൽ ഇരുന്ന് ചുമ്മാ മെഹർ പറഞ്ഞു ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. എന്നാ പിന്നെ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു 2-3 മണിക്കൂർ ഇവിടെ ഇരുന്ന് ചുമ്മാ ഫയർ ബേസ് വെച്ച് പെട്ടെന്ന് കണക്ട് ചെയ്ത് ഉണ്ടാക്കി. അങ്ങനെ അധികം കോംപ്ലക്സിറ്റി ഉള്ള ആപ്പും അല്ല, അത് ഭയങ്കര സിമ്പിൾ ആപ്പാണ്. അപ്പൊ അത് വെച്ച് ചുമ്മാ ബിൽഡ് ചെയ്ത് ഒരു ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൃത്തിയുള്ള നോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നോയ്സിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട് ഇതുപോലെ. നമ്മൾ അന്ന് ഇവിടെ ഹാക്കത്തോൺ നടത്തായിരുന്നു. അപ്പൊ ഇതില് നമ്മൾ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ അതില് വോയിസ് ആഡ്. അപ്പൊ ഇരുന്ന് ഞാൻ ചെയ്തിട്ട് അതില് വോയിസും കൂടെ ആഡ് ചെയ്ത്, അതായത് നമ്മൾ ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് ആണെങ്കിൽ, ടെക്സ്റ്റ് അപ്ഡേറ്റ് ആണെങ്കിൽ വോയിസ് വരും. അത് നമ്മൾ മറ്റേ റെയിൽവേ അനൗൺസ്മെന്റ് അതൊക്കെ എവിടുന്ന് തപ്പിപ്പിടിച്ചിട്ടാണ്. അല്ല അതാണ് ഇതിന്റെ ഒരു ജസ്റ്റ് ലൈക്ക് നമ്മള് ഭയങ്കരമായിട്ട് ഇത് എവിടെ സെല് ചെയ്യുന്നൊന്നും നോക്കിയിട്ടല്ല ആലോചിക്കേണ്ട ആവശ്യമില്ല. അതും ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവിംഗ് ആയിരുന്നു. കാരണം ആൾക്കാരും ഇതിൽ ടെക്സ്റ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണമെങ്കിൽ ഒരു വോയിസ് ഇട്ടതിന് ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ള അങ്ങനെ ഒരു ഇതെന്ന് വന്ന ഒരു സാധനമാണ്. എങ്ങനെ ഐഡിയ കിട്ടും എന്നുള്ളതാണ് നമ്മള് എനിക്ക് തോന്നുന്നു കുറെ പേര് ചോദിക്കുന്ന സാധനം. എന്ത് ഒരു പ്രൊജക്ട് ചെയ്യാൻ എങ്ങനെ ഐഡിയ കിട്ടും? അതെനിക്ക് തോന്നുന്നത് കുറെയൊക്കെ വരേണ്ടത് നമ്മളെ ഒബ്സർവേഷൻസ് എന്നാണ്. മേ ബി ചുറ്റുമുള്ളത് നമ്മളെ പെയിൻ തന്നെ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോ വെരി സിമ്പിൾ സാധനങ്ങളായിരിക്കും. നമ്മളിങ്ങനെ പറയായിരുന്നു, ഇപ്പം ലുലുമാളില് വണ്ടി പാർക്ക് ചെയ്താൽ തിരിച്ചിറങ്ങുമ്പോൾ അതിലൊരു ടിക്കറ്റ് കൊടുത്ത് അത് ഒരു സ്കാൻ ചെയ്തിട്ട് നമ്മൾ QR കോഡ് എടുത്തിട്ടൊക്കെ പേ ചെയ്യണം. ശരിക്കും ടിക്കറ്റ് തന്നെ ഒരു QR കോഡ് ഉണ്ടെങ്കിൽ പേ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ആക്കാം. അത് ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ ശ്രദ്ധിക്കാറുണ്ട്. കാരണം കുറെ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് അവര് ജനറൽ ടിക്കറ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ അല്ലെങ്കിൽ റിസർവ് ടിക്കറ്റ് ആണെങ്കിൽ തന്നെ കോച്ച് പൊസിഷൻ അറിയണ്ടാവില്ല. ഈ ട്രെയിൻ വരുമ്പോഴേക്കും ഇവർ ഓടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ കുറെ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറെ സ്റ്റേഷൻസിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്, പിന്നെ ബോർഡിലും ഉണ്ടാവും. പക്ഷെ ആൾക്കാർക്ക് അത് അറിയില്ല. ലൈക്ക് ഇവിടെ പോയി മറ്റേ ഇൻഫർമേഷൻ സെന്ററിൽ പോയി ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത്. അപ്പൊ അതൊക്കെ ചിലപ്പോ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഈസിലി അത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറെ ആപ്പ് ഉണ്ട്. അതും ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ മിക്കവാറും മോസ്റ്റ് ആൾക്കാരും ടിക്കറ്റ് ആയിരിക്കും എടുക്കുന്നുണ്ട്. അപ്പൊ ടിക്കറ്റിൽ തന്നെ കോച്ച് പൊസിഷൻ എന്തെങ്കിലും രീതിയിൽ സൊല്യൂഷൻ ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നീ പറഞ്ഞപ്പോഴാണ് നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഒരാൾ ചെയ്തൊരു ഇതുണ്ടായിരുന്നില്ലേ, ബസ്സിൽ ഒരു ദൂരം പോകുമ്പോൾ ഏത് സൈഡിലാണ് സൺ കൂടുതൽ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. അത് ആക്ച്വലി അവൻ ചെയ്തതും അത് ഭയങ്കര ലൈക്ക് നല്ല ഇൻറ്റ്യൂട്ടീവായി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് അത്. ഭയങ്കര ഈ ഐഡിയ ഭയങ്കര ന്യൂ ഐഡിയ ഒന്നുമല്ല. മുമ്പ് നമ്മള് സിറ്റിക്കിൽ ഇരിക്കുമ്പോ എങ്ങാനും ആരോ ഡിസ്കസ് ചെയ്ത ഐഡിയ ആയിരുന്നു അത്.
പക്ഷെ അത് എന്ത് സ്മോൾ പ്രോബ്ലം ആണെങ്കിലും നമുക്ക് വെൽ തോട്ട് ഔട്ട് ആണ്. മറ്റേ Well thought out ഏത് ആണ്. ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ള സമയം ഏത് സമയത്ത് Map ഒക്കെ പോകുന്നു. എടുത്തിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ ഒരു ഡൊമൈൻ നമ്മൾ ചെറുതായിട്ട് പഠിക്കുമ്പോൾ അതിനകത്തുള്ള വേറെ പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അപ്പോ എവിടെയെങ്കിലും തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ചെയ്യാം, അത് ചെയ്യുന്ന കോഴ്സ് ആസ് യു ഡു ഇറ്റ് ആ ഒരു ഡൊമൈനിൽ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നൊക്കെ അന്വേഷിക്കുമ്പോഴായിരിക്കും അതിനകത്തുള്ള വേറൊരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ് അതിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷണൽ ആയിരിക്കണമെന്നില്ല. അത് നമ്മൾ പിന്നെയും പറയേണ്ട പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ചുമ്മാ റാൻഡം ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സാധനങ്ങളോ യുണീക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ഒന്നും ആവണ്ട, ML ഒന്നും വെച്ച് ചെയ്യണമെന്നില്ല. ഞാൻ ഏറ്റവും ആദ്യം ബിൽഡ് ചെയ്ത സാധനം ഭയങ്കര ബേസിക് സാധനമാണ്. അതൊരു ഐ തിങ്ക് ഒരു 5 lines ഓഫ് കോഡിൽ തീരുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് ചെയ്തില്ലായിരുന്നു മേ ബി ഒരിക്കലും എനിക്ക് ഇന്ന് ചെയ്യുന്ന സാധനം ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് ഐ തിങ്ക് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു ബഞ്ച് ഓഫ് വെബ്സൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പം ന്യൂസിന്റെ മാതൃഭൂമി, മനോരമ അങ്ങനത്തെ സൈറ്റ്സ് എല്ലാം. എനിക്ക് അന്ന് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് അധികം ഒന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ വെബ്സൈറ്റ് എല്ലാം കൂടെ 5 വെബ്സൈറ്റ് എടുത്തിട്ട് ഒരു ആപ്പിലേക്ക് വെക്കും. അപ്പം ഒരു ബട്ടൺസ് ക്ലിക്ക് മാറുന്ന അനുസരിച്ച് വെബ്സൈറ്റ് മാറുന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും എന്താ ഒരു വെബ് വ്യൂ ആഡ് ചെയ്തിട്ട് അതിൽ URL കൊടുക്കുന്നത് ഈ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുക, ഈ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുക. അതൊരു ഭയങ്കര ബേസിക് 5 lines ഓഫ് കോഡാണ്. പക്ഷെ അന്നത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു വന്നാൽ പിന്നെ ഇങ്ങനെ കസ്റ്റം തന്നെ ഒരു സാധനം ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ക്രഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്നത്. അപ്പൊ ഭയങ്കര സ്മോൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ എസെൻഷ്യൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ടു ഗെറ്റ്. നമ്മള് ഭയങ്കര ഓവർവെൽംഡ് ആവേണ്ട കാര്യമില്ല. നമ്മള് ചില പ്രൊഡക്റ്റ് ഒക്കെ കാണുമ്പോൾ വെൽ പോളിഷ്ഡ്, വെൽ റിഫൈൻഡ്, നമുക്ക് ഇതൊന്നും ഒരിക്കലും പറ്റൂല എന്ന് തോന്നും. പക്ഷെ അത്ര പോളിഷ്ഡ് അല്ലെങ്കിലും യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ ദ വേ. ഓരോ ആൾക്കാർക്ക് ഓരോ സ്കില്ലായിരിക്കും. ചിലവര് ഡിസൈനിൽ റിയലി ഗുഡ് ആയിരിക്കും, ചിലവര് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ റിയലി ഗുഡ് ആയിരിക്കും, ചിലവർക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ ടു എൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിലായും സ്കില്ല്. ഇറ്റ് ഈസ് ഓക്കെ. എല്ലാ സ്കിൽ സെറ്റിനും വാല്യൂ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്, യു ക്യാൻ ബിൽഡ് ഫാസ്റ്റർ. അപ്പോ മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് മോട്ടിവേഷൻ പോകുന്ന ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ്. നല്ല സാധനം ബിൽഡ് ചെയ്യാതെ ഇരിക്കാൻ ഒരു എക്സ്ക്യൂസും ഇല്ല. ഓൾമോസ്റ്റ് ആ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോൾ നീ ഇതുവരെ ഒന്നും സ്വന്തമായിട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു മോശമാണ്. ആ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അത്ര സിമ്പിൾ ആണ്, അത്ര ഈസിയാണ് പഠിക്കാനും. ഇപ്പൊ സ്റ്റക്ക് ആയാൽ ഹെൽപ്പ് ചെയ്യാനും ഇതുപോലെ ലൈക് പേഴ്സണൽ മെന്റർ പോലെയാണ് ശരിക്കും. കഴ്സറിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ജസ്റ്റ് ഫോർ കോണ്ടെക്സ്റ്റ്, കഴ്സർ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പം അതില് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ കുറെ സാധനം അവര് കോഡും എൻവയോൺമെന്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു. ഷൈജൽ പറയുന്നുണ്ടായിരുന്നു തിങ്സ് ഡോട്ട് ഇൻ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തതാണ്. അപ്പം കഴ്സർ ഉള്ളത് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ കുറെ സാധനം ബിൽഡ് ചെയ്യാൻ. കഴ്സർ ബേസിക്കലി ജസ്റ്റ് ChatGPT തന്നെ ഒരു ആഡഡ് റാപ്പർ പ്ലസ് ഇംപ്ലിമെന്റേഷൻ ആണ്. ബട്ട് സ്റ്റിൽ ഭയങ്കര ഈസിയർ ആക്കി ഐഡിയയിൽ തന്നെ കൊണ്ട് തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ചുമ്മാ പ്രോംപ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ചെറിയ കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് തിങ് ബിൽഡ് ചെയ്യാൻ ഒരു സപ്പോർട്ടാണ്. പിന്നെ ഫെയിൽ ആവുന്നുള്ളത് പേടി ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ് മേജർ ആയിട്ട്. കാരണം ഞാൻ സ്വന്തമായിട്ട് ഒരു സാധനം ചെയ്തിട്ട് ഫെയിൽ ആകുമ്പോൾ ആരെ പേടിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ചെയ്തിട്ട് എന്താ വാല്യൂ എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലൈക്ക് ഒന്ന് ഒബ്വിയസ് വാല്യൂ ഇസ് ലൈക്ക് യു ലേൺ ഹൗ ടു ഡു തിങ്സ്. ആർട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നുള്ളതാണ്. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് ചില ആർട്ട് കാണുമ്പോ അതിന്റെ എക്സ്പ്ലനേഷൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിയ പോലെ. അപ്പൊ ആർട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു പെർപ്പസോ അല്ലെങ്കിൽ ഒരു ഇതല്ല, ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ആർട്ട് ആണ് മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പൊ എനിക്കൊന്ന് അതുപോലെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ബിൽഡ് അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നുള്ളതും. പിന്നെ അതിൽ നിന്ന് കിട്ടേണ്ട ആക്ച്വൽ വാല്യൂ ആയിട്ട് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ടാവും കിട്ടുക. നിങ്ങൾ ചെയ്ത ഒരു ഫൺ പ്രൊജക്ട് കണ്ടിട്ടാവും നിങ്ങളൊരാള് കുറെ റെസ്യൂമെ റിവ്യൂ ചെയ്യുന്നതിന്റെ ഇടയിൽ ചിലപ്പം ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു കണ്ട ഒരു ക്യൂരിയോസിറ്റിക്ക് ആവും നിങ്ങളെ റെസ്യൂമെ റിവ്യൂ ചെയ്യാം. ലൈക്ക് ഇറ്റ് മേക്സ് യു സ്റ്റാൻഡ് ഔട്ട്. അത് മാത്രം മതിയാവും ചിലപ്പം നിങ്ങൾ ഇത്രയും കാലം എഫേർട്ട് എടുത്തതിന്റെ ഒരു വാല്യൂ കിട്ടാൻ. ഐ മീൻ ഈവൻ വാല്യൂ ഓഫ് വർക്കിംഗ് ഓൾസോ. എന്തെങ്കിലും സൈഡ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നത് വിത്തിൻ ദ ടീം കരിയർ ഗ്രോത്തിനും അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നോട്ട് ജസ്റ്റ് ഫോർ എന്താ പറയാ നെക്സ്റ്റ് ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല. ആസ് യു ഡു യു ബിക്കം മോർ പാഷനേറ്റ് ആൻഡ് പീപ്പിൾ സീ ദാറ്റ് യു ആർ പാഷനേറ്റ് ആൻഡ് വിൽ ഗിവ് യു മോർ റെസ്പോൺസിബിലിറ്റി. പിന്നെ കമ്മ്യൂണിക്കേഷനും ഭയങ്കര ഈസി ആവുന്നതാണ്. ഇപ്പം ആസ് എ ഡിസൈനർ ഞാൻ കോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡെവലപ്പേഴ്സ് ആയിട്ട് ഡിസൈൻ ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കാരണം എനിക്ക് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഇല്ലാണ്ട് ഡിസൈൻ ഹാൻഡ് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാനും പിന്നെ ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ്
എന്തോരം ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര വൈൽഡ് ആയിട്ട് പോകാൻ പറ്റും, അങ്ങനത്തെ ഒരു എസ്റ്റിമേഷനും എടുക്കാൻ പറ്റും. ഡിസൈൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കോഡിങ്ങിലുള്ള ഒരു കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത് അപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി പോയിട്ട് ഡോക്യുമെന്റ്സ് വായിക്കും. ഇപ്പം മെറ്റീരിയൽ UI എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ കോഡ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ് വായിക്കും. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്യും. അപ്പം ഡെവലപ്പേഴ്സിന് അത് എളുപ്പമാണ്, എനിക്കും ഒരു ബേസ് കിട്ടും അവിടെ. ഇപ്പം ഒരു പോപ്പപ്പ് വരാണെങ്കിൽ പോപ്പപ്പിന് വിട്ട് എത്ര വരെ പോവാം, എത്ര കോളം എടുക്കാം, അങ്ങനത്തെ ഞാൻ ഡോക്യുമെന്റേഷനിൽ പോയി വായിച്ചിട്ട് ആണ് ചെയ്യാറ്. അപ്പൊ എനിക്കൊന്ന് അങ്ങനത്തെ കുറെ സ്കില്ലുണ്ട്. ഞാൻ ഡിസൈനർ ആണെന്ന് വിചാരിച്ച് ഞാൻ കോഡ് പഠിക്കരുത് എന്ന് വെക്കരുത്. അങ്ങനത്തെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറെ നമ്മൾ ചെയ്യുന്ന വർക്ക് എളുപ്പമാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. I think coming yearsലും ഭയങ്കര യൂസ്ഫുൾ ആണ് if you are a maker and know how to do end to end. സ്വന്തം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റർ ആൻഡ് ഈസിയർ ആയിരിക്കും. ബിക്കോസ് എല്ലാ സാധനത്തിനും ഒരു ആംഗിൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കാണും. അപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സാധനം പെട്ടെന്ന് സോൾവ് ചെയ്യണം. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ഫോർ സംതിങ് പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായാൽ മതി, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന, ഇതെങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ സാധനങ്ങൾ. ഈ ഫ്യൂച്ചറിലുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ഒരു ബിസിനസ് ഉണ്ടാവും, അവർക്ക് മാത്രമുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഇനി വരാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾ കാണുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ കുറച്ചും കൂടെ ജനറൽ പർപ്പസ് ആണ്. ലൈക്ക് ഇപ്പൊ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലേ പ്രാക്ടിക്കൽ ആവുള്ളൂ. പക്ഷെ ഗോയിങ് ഫോർവേഡ് ഇപ്പം ഈ ചായക്കടക്ക് മാത്രം കസ്റ്റമായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് ഇറ്റ് വിൽ ബിക്കം ലോജിക്കൽ. കാരണം അത്ര സിമ്പിൾ ആവും സോഫ്റ്റ്വെയർ. അപ്പൊ ഇതൊരു ഗുഡ് എക്സാമ്പിൾ ആയിരിക്കില്ല, പക്ഷെ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഇനി നമ്മൾ കാണാൻ തുടങ്ങും. അതൊക്കെ ഉണ്ടാക്കേണ്ടത് ഇനി വരുന്ന ജനറേഷൻ ഓഫ് ഡെവലപ്പേഴ്സ്. മേ ബി ഡെവലപ്പേഴ്സിനൊന്നും ഇനി വിളിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ലൈക് പ്രൊഡക്ട് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട് മേക്കേഴ്സ്. അതാണ് അവിടെ ഡിസൈൻ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു റോള് ഭയങ്കരമായിട്ട് ലൈക് കുറെ ഡിസൈനേഴ്സ് ട്വിറ്ററിലൊക്കെ പറയുന്നേക്കാം. 2025 വരാൻ പോകുന്നൊരു സാധനമായിരിക്കും ഡിസൈൻ ലൈക് റോൾസിന്റെ പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബേസിക്കലി ചെയ്യുന്നതൊക്കെ സെയിം ആയിരിക്കും, ഫ്രണ്ട് എൻഡ് ചെയ്ത് ഒരു. പക്ഷെ അങ്ങനെ കുറെ മിക്സ് ഓഫ് സാധനങ്ങള് വരും എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഈ ഇപ്പം പ്രൊഡക്റ്റ് ഇത് പറഞ്ഞപ്പോ ആഡ് ചെയ്യാനുണ്ടായിരുന്നു പോയിന്റ്. യെസ്, എനിക്ക് തോന്നുന്നു ദാറ്റ്സ് മോസ്റ്റ്ലി ഇറ്റ്. അപ്പം നമുക്ക് വി ലുക്ക് ഫോർവേഡ് ടു അമേസിംഗ് തിങ്സ് ദാറ്റ് ഓൾ ഓഫ് യു ബിൽഡ്. എനിക്ക് തോന്നുന്നു അതാണ് പറയാനുള്ളത്. ബിൽഡ് ആൻഡ് ഷെയർ. അതെ, പിന്നെ ഷിപ്പ് ഇറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. നീ 14 years ഓൾഡിൽ പ്രൊഡക്ഷനിലേക്ക് ഒരു സംഭവം ഉണ്ടാക്കി പുഷ് ചെയ്ത് മേ ബി ഗ്ലോബൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവും. ഗ്ലോബൽ ഫീഡ്ബാക്കും ഓപ്പർച്യൂണിറ്റീസും കുറെ ഇൻട്രസ്റ്റിംഗ് ഒരു ഐ തിങ്ക് $10,000-20,000 സംതിങ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓഫർ. പക്ഷെ എടുത്തില്ലെന്ന്, ബട്ട് അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. Sorry, I don't have a bank account. ഞാൻ പറയാനുള്ളത്, ഞാൻ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഞാൻ ഏജ് ആവാത്തത് കൊണ്ട് ഞാൻ ഡയറക്ടറായിട്ട് ആഡ് ചെയ്തത് പപ്പായായിരുന്നു. കഴിഞ്ഞ വന്ന് ഞാൻ അത് ഞാന്റെ പേരിലാക്കാൻ വേണ്ടിട്ട് കുറെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. വേറൊരു കോമഡി ആക്ച്വലി ഞാൻ അന്ന് ലാമിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അതിലൊരു പെയ്ഡ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു പെയ്ഡ് പ്ലാൻ പേ എന്നുള്ള എക്സ്പെക്ടേഷനിലൊന്നുമില്ല. പക്ഷെ കാരണം ഫണ്ട് പ്രൊജക്ട് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ പേയ്പാൽ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തത്. കാരണം അന്ന് എനിക്ക് ലീഗൽ ഏജിൽ സ്റ്റിൽ വേറെ സാധനം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പപ്പാടെ പേയ്പാൽ അക്കൗണ്ട് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ആരോ പേയ്മെന്റ് നോക്കിയ സമയത്താണ് പേയ്മെന്റ് ഫ്ലോയിൽ എവിടെയോ എന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫെയിൽ ട്രാൻസാക്ഷൻ നടന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ബഗ് ഉണ്ടെന്ന് അതിനകത്ത്. ബട്ട് അങ്ങനെ ചെയ്ത് പിന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഫൈൻ. സോ മേ ബി ബിൽഡ് ചെയ്യുന്ന സാധനം ഷെയർ ചെയ്യാന്നുള്ളത്, ആസ് യു സെഡ് ഇൻ ദ ബിഗിനിങ്, ഇപ്പം ലിങ്ക്ഡിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീസിലാണെങ്കിലോ ഒക്കെ ഷെയർ ചെയ്താലും ഒരു ഇതുപോലത്തെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് കിട്ടും. മോസ്റ്റ്ലി നമ്മൾ ആക്ച്വൽ കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ വേറൊരാൾക്കും അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. ഇനി ഹെൽപ്ഫുൾ ആയില്ലെങ്കിലും യു ഗെറ്റ് ദാറ്റ് മേ ബി യു വിൽ മോട്ടിവേറ്റ് അതേഴ്സ് ടു ബിൽഡ്. സോ ലുക്കിംഗ് ഫോർവേഡ്. കേരളത്തിൽ നിന്നും ചുറ്റുവട്ടത്തു നിന്നൊക്കെ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട്സ് കണ്ടിന്യൂസ്ലി വരട്ടെ. അതാണ് ഒരുപാട് മേക്കേഴ്സ് ഉണ്ടാവട്ടെ. എവരിവൺ ഈസ് എ മേക്കർ. നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. ഒരു ചായ കുടിച്ചിട്ട്. താങ്ക് യു.